ആരാണ് തരുന്നത്? ഈ സാധനം എനിക്ക് എവിടെ വാങ്ങണം? ആരാണ് തരുന്നത്? എന്തിനാ ഈ ഉമ്മനടിച്ചത്? ഈ എത്രയാണ്ട് ഉമ്മനടിച്ചത്? ലഹരി വാങ്ങുന്നതിന് പണം നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട് മകൻ മാതാവിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമസ്കാരം. ലഹരിയുടെ അമിതമായ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ദൃശ്യമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ഇത്തരത്തിൽ ലഹരി വാങ്ങുന്നതിന് പണം നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട് മകൻ മാതാവിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആരാണ് തരുന്നത്? ഈ സാധനം എനിക്ക് എവിടെ വാങ്ങണം? ആരാണ് തരുന്നത്? അന്റെ മേൽ കീറും. ഇത് ആരാണ് എനിക്ക്? ഉമ്മനെ പലക്ക് വിളിച്ചോ? ഉമ്മനെ പല വിളിച്ചോ? അത് എന്തിനാ വിളിച്ച്? എന്തിനാ ഈ ഉമ്മനിച്ച്? എന്തിനാ ഈ ഉമ്മനിച്ച്? ഈ എത്രയാണ്ട് ഉമ്മനടിച്ചത്? ഇന്നലെ ഇങ്ങോട്ട് മദ്രാസിൽ വന്നിട്ടുള്ളൂ. മദ്രാസിൽ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇന്നലെ ബാക്കി സാധനം അടുത്ത ആലോചന തരുന്നത് മര്യാദയ്ക്ക് എപ്പോൾ ചോദിക്കുന്നത്? ഈ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നമ്മൾ വേങ്ങര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടുന്ന് പോലീസുകാർ പറഞ്ഞ വിവരമനുസരിച്ച് ഇത്തരത്തിൽ മാതാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. മകൻ ഇത്തരത്തിൽ ലഹരിയുടെ അമിത ഉപയോഗം കാരണം അതിന് അടിമയായി തീർന്നിരിക്കുകയാണ്. അവൻ വീട്ടിൽ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ നടത്തുന്നുണ്ട്, മാത്രവുമല്ല അസഭ്യം പറയുന്നുണ്ട് മുതലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാതാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നത്. ആ മാതാവിന്റെ ആവശ്യം ഇതായിരുന്നു, മകനെ ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസുകാർ സഹായിക്കണം എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസുകാർ വീട്ടിലെത്തുന്നത്. തുടർന്ന് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഇത്തരത്തിൽ യുവാവിനെ മലപ്പുറത്ത് തന്നെയുള്ള വെട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാരിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ മാതാവ് ഇത്തരത്തിൽ പരാതിയും മറ്റൊന്നും നൽകിയിട്ടില്ല. കാരണം മകനെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന് മാത്രമായിരുന്നു അവരുടെ ആവശ്യം എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത്. അത് പോലീസുകാർ സാധിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും വലിയ രീതിയിലുള്ള ഒരു വിപത്താണ് ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെയും അമ്മയെയും പോലും തിരിച്ചറിയാത്ത തരത്തിലേക്ക് നമ്മുടെ യുവാക്കൾ മാറിയിരിക്കുന്നു എന്നത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ദിനം പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ലഹരിയുടെ അമിതമായ ഉപയോഗം തടയുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കണം. അത് സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കാടത്ത്, മറുനാടൻ TV.